നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 808. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 808. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കുടുംബത്തിലൊരു വിവാഹം സംബന്ധിച്ച് വളരെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് എപ്പിസോഡ് തന്നെ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അബ്രപ്റ്റായിട്ട് നിർത്തേണ്ടി വന്നു. ക്ഷമിക്കണം. അപ്പോൾ അതിൽ വിശ്വാത്മാവായ ഞാൻ തന്നെയല്ലീ മിന്നുപതേതിലും കർത്താവും കർമ്മവും രണ്ടും ഒന്നാം വാസ്തവമോർക്കുകിൽ. കർത്താവും കർമ്മവും ഒന്നാണ്. ആര് കർമ്മം ചെയ്യുന്നു അയാൾ കർത്താവ്, അല്ലേ? അത് ഉള്ളിൽ ചൈതന്യമുള്ളത് കൊണ്ടാണ് സാധിക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി. പക്ഷേ രണ്ടിൻ്റെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കും വേണം. നല്ലതിൻ്റെയും ഫലം അനുഭവിക്കണം, ചീത്തയുടെയും. അപ്പോൾ ഇത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സനാതനധർമ്മത്തിലുള്ളത്. അത് ഒരാളോട് ഏറ്റു ചൊല്ലിയതുകൊണ്ട് അതിൻ്റെ കാഠിന്യം പോവില്ല. അപ്പോൾ അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. സ്വാതന്ത്ര്യമുണ്ടോ മറ്റാർക്കും ഉര ചെയ്യുക മന്നിതിൽ. ഈ ലോകത്ത് സ്വാതന്ത്ര്യം ആർക്കുണ്ടോ? എന്തിന് എന്നുള്ളത് ഇനി പറയാൻ പോകണേ ഉള്ളൂ. സ്വാതന്ത്ര്യമുണ്ടോ മറ്റാർക്കും ഉര ചെയ്യുക. പറയൂ, പറഞ്ഞു തരൂന്ന. മന്നിതിൽ ശാസ്ത്രപ്രസിദ്ധമായി തന്നെ നാനാഭേദങ്ങൾ കാൺകിലും. ഇത് ഞാൻ വളരെ അധികം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഭാഗവതം മുതൽക്കുള്ള 18 പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം മുതലായ ഇതിഹാസങ്ങൾ, ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ, ചതുർവേദ സംഹിതകൾ, ഇതെല്ലാം വ്യക്തിഗതമായ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളാണ്. ശാസ്ത്രങ്ങളാണ് അതിൽ പറഞ്ഞത്. അത് 18-ാം നൂറ്റാണ്ടിലത്തെ അല്ലെങ്കിൽ ടൈം ഇമ്മെമ്മോറിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവഗണിക്കണേലാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. എന്നും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞത് ശാസ്ത്രപ്രസിദ്ധമായി തന്നെ നാനാഭേദങ്ങൾ കാൺകിലും. ശാസ്ത്രങ്ങളിൽ കൂടി പലതരത്തിലുള്ള ഭേദങ്ങൾ കണ്ടാലും സത്യം സാക്ഷാത്കരിപ്പോന് സർവവും വ്യാവഹാരികം. സത്യം സാക്ഷാത്കരിപ്പോന് ഒരു വ്യക്തി സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി അത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് പകർത്തുമ്പോഴേ അതിൻ്റെ ഫലമുള്ളൂ. കാമിച്ചും കൊണ്ടാണെങ്കിലും നിഷ്കാമിച്ചും കൊണ്ടാണെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ സങ്കല്പിച്ചതുകൊണ്ടായില്ല, അത് എക്സിക്യൂട്ട് ചെയ്യണം. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ഞാൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്യണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യണം. അപ്പോഴാണ് അവരുടെ മനസ്സ് അറ്റ് ഈസാവുമ്പോൾ ആ മനസ്സിൽ വർത്തിക്കുന്ന ഈശ്വരൻ നമ്മളെ ബ്ലെസ് ചെയ്യണം. അല്ലാതെ കൊണ്ട് ക്ഷേത്രത്തിൽ ഉള്ള ബിംബത്തിന് ഉരിയാടാൻ സാധിക്കില്ല. അപ്പം ഞാൻ വീഴാൻ പോകുന്ന ഒരാളെ കൈപിടിച്ച് വീഴാണ്ട് ശ്രദ്ധിച്ചാൽ അയാളുടെ മനസ്സിൽ പറഞ്ഞു താങ്ക് യു, നിങ്ങൾക്ക് നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ നന്നായി. ഒരാളുടെ പണം അപഹരിച്ചു, അയാൾ പറയാണ് നീ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കും. പെട്ടെന്ന് സംഭവിക്കില്ല. ഈ കർമ്മം ചെയ്യുന്ന ആളുടെ പോസിറ്റീവ് എലിമെൻറ്റ്സ് കഴിഞ്ഞാൽ നെഗറ്റീവ് എലിമെൻറ്റ്സ് ഓവർ റൂൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സദാ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയപ്പെടാനില്ല.
അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സത്കർമ്മങ്ങൾ ചെയ്യണത്, പുണ്യം ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യരുത്. സത്യം സാക്ഷാത്കരിപ്പോന്നു സർവവും വ്യവഹാരികം ദേവമർത്യാദി സകലം പ്രകൃത്യാത്മകമല്ലയോ. ദേവന്മാരെന്ന് പറയണതും മനുഷ്യന്മാരെന്ന് പറയണതും സകലം എ ടു സെഡ് പ്രകൃത്യ ആത്മകമല്ലയോ. ആത്മകം എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്ത് ബോധിപ്പിക്കണു അതാണ്. സുഖദുഃഖാദി വൈവിധ്യമാർന്നാലും ജീവകോടികൾ അവൻ ഞാൻ ഇവൻ ഈ വണ്ണം ആത്മാവിൽ തോന്നുമെങ്കിലും സത്യത്തിൽ ഒന്നു മാത്രമാണ്. അവനും ഇവനും ഒന്നാണ്. പരമശയോ സുഖദുഃഖാദി വൈവിധ്യമാർന്നാലും എക്സ്ട്രീം എൻഡാണ് സുഖം ദുഃഖം. സുഖദുഃഖാദി വൈവിധ്യം മാർന്നാലും ജീവകോടികൾ അവൻ ഞാൻ ഇവൻ ഈ വണ്ണം ആത്മാവിൽ തോന്നുമെങ്കിലും പൂർണ്ണത്തിനും അംശങ്ങൾ. ഈ ആത്മാവ് ആസ് സച്ച് പൂർണ്ണമാണ്, പരിപൂർണമാണ്. ആത്മാവിനെ മനസ്സിലാക്കുന്ന വിദ്യ പൂർണ്ണമായിക്കൊള്ളണമെന്നില്ല. പൂർണ്ണമായാൽ ധൈര്യമായിട്ട് പറയാം അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ മഹാവാക്യങ്ങളിൽ കൂടെ പറയാം. പ്രവർത്തിക്കും ചെയ്യാം. പൂർണ്ണമാവാൻ ശ്രമിക്കണം. എത്രത്തോളം ശ്രമിച്ചു ആ പേഴ്സൻറ്റേജ് നമ്മൾക്ക് ഗുണമുള്ളൂ. 100% ശ്രമിച്ചു വിജയിച്ചാൽ 100% മാർക്ക്. 100% മാർക്കിന് പരിശ്രമിച്ചു 50% റൈറ്റായുള്ളൂ, 50 മാർക്ക്. സുഖദുഃഖാദി വൈവിധ്യമാർന്നാലും ജീവകോടികൾ അവൻ ഞാൻ ഇവൻ ഈ വണ്ണം ആത്മാവിൽ തോന്നുമെങ്കിലും പൂർണ്ണത്തിനും അംശങ്ങൾ പുരുഷാത്മകം ഏവനും. ഇത് ഓർമ്മ വിട്ട് മറ്റോനെ വിമർശിക്കുകിൽ വീണുപോവും. ഇതാണ് ഇതിൻ്റെ എന്താണ് പറയാം ബേസ് ലൈൻ. ഇത് ഓർമ്മ വിട്ട് അവനും ഇവനൊക്കെ ഒന്നാണെന്ന് അറിയാതെ കണ്ട് വ്യക്തിപ്രഭാവം നോക്കരുത്, വ്യക്തിത്വപ്രഭാവം നോക്കണം. ആളെങ്ങനെ നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ അതല്ല നോക്കേണ്ടത്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്, അവളുടെ കയ്യിൽ എന്തുണ്ട്. കാശല്ല, ബുദ്ധി, സദ്ബുദ്ധി. കുബുദ്ധിയുള്ളവരേനെ ബഹുമാനിക്കില്ല, സദ്ബുദ്ധിയുള്ളവരേനെ ബഹുമാനിക്കുള്ളൂ. അപ്പോൾ ഇത് ഓർമ്മ വിട്ട് മറ്റോനെ വിമർശിക്കുകിൽ വീണുപോം. ഐക്യബോധം അകന്ന് ഓരോ മായാകാര്യ പ്രസക്തിയാൽ. ഐക്യബോധം, എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം മറന്ന്, ബോധം അകന്ന് ഓരോ മായാകാര്യ പ്രസക്തിയാൽ ജീവൻ ദേഹാദിയാം ഭാവം സത്യമെന്നോർത്തു പോകയാം. ശരീരം സത്യമാണ് എന്നും നിലനിൽക്കുന്നു വിചാരിക്കരുത്. ഫോർ ദി ടൈം ബീയിങ് എന്നേ പറയാൻ പാടുള്ളൂ. എപ്പോഴാണ് ഈ കാറ്റ് പോവുക പറയാൻ പറ്റില്ല. ജീവൻ ദേഹാദിയാം ഭാവം സത്യമെന്നോർത്തു പോകയാം. ഐക്യബോധം അകന്നോരോ മായാകാര്യ പ്രസക്തിയാൽ. മായാകാര്യത്തിൽ പ്രസക്തി തോന്നുമ്പോഴാണ് തെറ്റുപറ്റുന്നത്. ഈശ്വര സംബന്ധമായ കാര്യത്തിൽ മനസ്സുറച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ, അവൻ ഈസ് ആൾവേസ് പ്രൊട്ടക്റ്റഡ്. ആരാണ് മായാകാര്യത്തിൽ നിന്ന് അകന്ന് ഈശ്വരീയ കാര്യങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ രക്ഷപ്പെടും. പിന്നെ പറയണു, സ്വപ്നം കാൺമവനെ പോലെ ബോധം തീരെ അകന്നവൻ. അപ്പോൾ ഈ സ്വപ്നം കാണുന്നവൻ മരമണ്ടനാണെന്നാണ് പറഞ്ഞത്. എന്താ സ്വപ്നം കാണേണ്ടത്? ഞാൻ ഈശ്വരനെ പ്രാപിക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിക്കുന്നു എന്ന് സ്വപ്നം കാണൂ. അതെങ്ങനെ സ്വപ്നം കാണണം? ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഇത് പ്രാപിച്ചേ അടങ്ങൂ എന്ന് സ്വപ്നം കണ്ടാൽ നന്നായി. കാരണം എന്താ, ശരീരം ക്ഷീണിച്ച് ഉറങ്ങണ സമയത്ത്, ഉറക്കത്തിലേക്ക് സ്ലിപ്പാവണ സമയത്ത് കാണുന്ന സ്വപ്നമൊന്നും യഥാർത്ഥമല്ല. എനിക്ക് ലോട്ടറി അടിച്ചു, എവിടെ, ഞാൻ ആനയെ വാങ്ങി, ആന കുത്താൻ വന്നു, പേടിച്ച് വരലെടുക്കും, അത് വേറെ കാര്യം.
അതുകൊണ്ടാണ് പറഞ്ഞത് സ്വപ്നം കാൺമവനെ പോലെ ബോധം തീരെ അകന്നവൻ. ഇല്ലാത്ത രണ്ടിലേതിനും ഗുണദോഷോക്തി നിഷ്ഫലം. ഇല്ലാത്ത രണ്ടിലേതിനും ഗുണദോഷോക്തി, ഗുണദോഷങ്ങളെ പറ്റി പറയാം. ഞാനൊരു ആനയെ വാങ്ങിയിട്ടില്ല, ആനയെ വാങ്ങിയതായിട്ട് സങ്കല്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നിഷ്ഫലം അല്ലേ? മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റി വാദിച്ചിടും വിധം. മുയലിന് കൊമ്പില്ല എന്നുള്ളതാണ് സത്യം. മുയലിനെ കാണാത്തവർ, മുയലിന് കൊമ്പില്ല എന്ന് മനസ്സിലാക്കാത്തവർ, മുയലിന് കൊമ്പുണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ മുയലിന് 3 ഇഞ്ച് നീളമുള്ള മുയലിൻ്റെ കൊമ്പുള്ളതിനെ ഞാൻ വാങ്ങുള്ളൂ എന്ന് വിചാരിച്ചാൽ ആ ജന്മത്തിൽ അയാൾക്ക് മുയലിനെ വാങ്ങാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ചിലവരുണ്ടല്ലോ, എനിക്ക് 6 അക്ക ശമ്പളം വേണം, എന്നിട്ട് ഞാൻ 7 അക്ക ശമ്പളമുള്ളവളെ കല്യാണം കഴിക്കും, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. അത് സ്വപ്നം കാണലാണ്. സ്വപ്നം കാണാം, പക്ഷേ ശരീരം ക്ഷീണിക്കും എന്നല്ലാണ്ട് പരമാർത്ഥ സുഖം കിട്ടില്ല. പരമാർത്ഥ സുഖം എന്താ? ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ സുഖം. അപ്പോൾ സ്വപ്നം കാൺമവനെ പോലെ ബോധം തീരെ അകന്നവൻ. ഇല്ലാത്ത രണ്ടിലേതിനും ഗുണദോഷോക്തി നിഷ്ഫലം. മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റി വാദിച്ചിടും വിധം. മനസ്സാൽ ഓർപ്പതും വാക്കാൽ ഓതുന്നതും അവാസ്തവം. ഇല്ലേ? മനസ്സാൽ ഓർപ്പത് എന്ത് വേണമെങ്കിലും ഓർക്കാം, ആർക്കും മനസ്സിലാവില്ല. ഭാര്യയ്ക്ക് ഭർത്താവ് മനസ്സിൽ ഓർക്കണത് അറിയില്ല, ഭർത്താവിന് ഭാര്യ മനസ്സിൽ ഓർക്കണത് അറിയില്ല. വാക്കാൽ ഓതുന്നത് ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം, ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം, എല്ലാവരും പരസ്പരം പറയും. അത് അവാസ്തവമാണ്. അതാണ് പാഴ്വാക്കുകൾ പറയരുതെന്ന് പറയും. ഒരാളെ സഹായിച്ചാൽ സഹായിച്ചു എന്നുള്ളത് കൂടി പറയാൻ പാടില്ല എന്നാ. കാരണം എന്താ? അഹങ്കാരം വരുന്നതാണ്. അപ്പോൾ മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റി വാദിച്ചിടും വിധം. മനസ്സാൽ ഓർപ്പതും വാക്കാൽ ഓതുന്നതും അവാസ്തവം. എന്നാൽ ഇതൊക്കെയും നേരല്ലെങ്കിലും ഭയമേകിടും. അല്ലേ? എന്നാൽ ഇതൊക്കെയും നിഷ്ഫലമാക്കുന്ന വാക്കുകളാണെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ കാര്യം നടന്നിട്ടില്ലെങ്കിലോ വിഷമായി. എന്നാൽ ഇതൊക്കെയും നേരല്ലെങ്കിലും ഭയമേകിടും. ഇല്ലാത്ത നരിയും സ്വപ്നമാണെന്നറിയുവോളവും. നെരി പിടിക്കാൻ വന്നു അല്ലേ? ചിലവർ ഉറങ്ങണേൻ്റെ മുമ്പ് യൂട്യൂബൊക്കെ കാണും. 10 അടി 15 അടി വലുപ്പമുള്ള മലമ്പാമ്പിനെയോ അല്ലെങ്കിൽ പെരുമ്പാമ്പിനെയോ അല്ലെങ്കിൽ മൂർഖനെയൊക്കെ കാണും. എന്നിട്ട് രാത്രി സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിക്കും. അത് മനസ്സിന് പാകത വരാത്തത് കൊണ്ടാണ്, പരിപക്വത വരാത്തത് കൊണ്ടാണത്. നാരായണ എന്ന 4 അക്ഷരം മനസ്സിൽ നിറവോളം ഭജിക്കുന്നവന് ഇതൊന്നും പ്രശ്നമില്ല. അവൻ ആനന്ദ ചിന്മയനായിട്ട് കഴിച്ചു കൊടുക്കും. അപ്പോൾ എന്നാൽ ഇതൊക്കെയും നേരല്ലെങ്കിലും ഭയമേകിടും. ഇല്ലാത്ത നരിയും സ്വപ്നമാണെന്നറിയുവോളവും. ഭയമേകും സത്യമാണെന്ന് ഉള്ളിൽ തോന്നുക കാരണം. അല്ലേ? ഭയമേകം സത്യമാണെന്ന് ഉള്ളിൽ തോന്നുക കാരണം. ഛായാപ്രതിധ്വനികളും മറ്റും വേണ്ടുന്ന മാതിരി. ഛായാപ്രതിധ്വനികളും മറ്റും. ഛായ നിഴൽ കണ്ട് പേടിക്കും, ശബ്ദം കേട്ട് പേടിക്കും. ഇല്ലേ? അറിയും വരെയും പൈതങ്ങളിലെന്നതുപോലവേ. പൈതങ്ങൾ, കുട്ടികൾ കാണിക്കുന്ന തമാശയൊക്കെ നമ്മൾ നോക്കി ചിരിക്കും. കാരണം എന്താ? നമുക്കറിയും അതൊക്കെ തമാശയാണെന്നുള്ളത്. ചില കുട്ടികളില്ലേ, അച്ഛനെ ഞാൻ നോക്കിക്കോളാം, അമ്മയെ ഞാൻ നോക്കിക്കോളാം. കണ്ണുകൊണ്ടല്ല. ഏത് ദുർഘടാവസ്ഥയിലും അമ്മയ്ക്കും അച്ഛനും വേണ്ടി എല്ലാ കാര്യവും മുറയ്ക്ക് ചെയ്യുന്നവൻ. അതാണ് അച്ഛനെയും അമ്മയും പരിപാലിക്കുക എന്ന് പറയും, ശുശ്രൂഷിക്കുക എന്ന് പറയും.
കാശ് എന്താ വെച്ചാൽ തരാം, ആസ്പത്രി പോയിക്കോളൂട്ടോ എന്ന് പറയണേക്കാൾ നല്ലത് അച്ഛനെയും അമ്മയും വയ്യെങ്കിൽ അവരെ ആസ്പത്രി കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാണിച്ച് മരുന്നുകളൊക്കെ വാങ്ങി ഈ മരുന്ന് ഇതിൽ എഴുതിയ പോലെ കഴിക്കണം എന്നല്ല പറയേണ്ടത്, എടുത്തു കൊടുക്കാൻ സാധിക്കണം. പക്ഷെ സമയമില്ല നമ്മൾക്ക്. കാരണം എന്താ, വി ആർ റണ്ണിങ് ടുവേർഡ്സ് സംതിങ് ഡിഫറെൻറ്റ് വാട്ട് വി ആർ ടെല്ലിങ് ഹിയർ. ഇവിടെ പറയാത്തൊരു കാര്യത്തിന് പിന്നാലെ പോവാണ് നമ്മൾ. ഏതാത് മണി. അമേരിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും അല്ലേ സിംഗപ്പൂരിൽ നിന്നൊക്കെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും സൗഖ്യം കിട്ടില്ല. അവരുടെ എന്താണെന്നാ പറയുക, പാരൻസിന് സംതൃപ്തിയേകുന്ന പോലെ അവരെ നമ്മൾക്ക് ഇതിൽ പറയുന്ന പോലെ നോക്കാനും പറ്റില്ല. കാരണം എന്താ, ഇത് സംതൃപ്ത കുടുംബങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെയൊക്കെ എല്ലാം സംതൃപ്ത കുടുംബങ്ങളാണോ? അല്ല. പോരാ കിട്ടിയത് പോരാ, ശമ്പളം, അങ്ങനെയാണ്. അങ്ങനെയായ കാര്യമില്ല. ഇതാർക്കും ഉപകരിക്കണം? സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഉപകരിക്കാത്ത വൈഭവങ്ങൾ അവരവർക്ക് ഉപകരിക്കുമോ? ഇല്ല. ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ കാശ് എനിക്ക് ഉപകരിക്കുന്ന എങ്ങനെയാണ് പറയാം? ഞാൻ എത്ര കാലം ജീവിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് വലിയൊരു വൈറ്റൽ സബ്ജക്റ്റാണ്. അതുകൊണ്ട് പറയണു, അറിയും വരെയും പൈതങ്ങളിലെന്നതുപോലവേ അത്തരം ഭ്രാന്തി നീക്കേണം, അത്തരം വിഭ്രാന്തി നീക്കേണം ഭക്തി വിജ്ഞാന വായ്പിനാൽ. ഭക്തി വിജ്ഞാന വായ്പിനാൽ. വായ്പ എന്ന് പറഞ്ഞാൽ കടന്നാട്ടോ, ഇത് കടല്ല. എത്രത്തോളം ഭക്തിയും വിജ്ഞാനവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവും. ശാന്തിയും സമാധാനവും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങാൻ പറ്റില്ല. 1/2 കിലോ ശാന്തി സമാധാനം 450 ഗ്രാം പറ്റില്ല. ഞങ്ങൾ മിക്സ് ചെയ്തോളാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്തരം ഭ്രാന്തി നീക്കേണം ഭക്തി വിജ്ഞാന വായ്പിനാൽ. അപ്പോൾ ഈ ഭക്തിയും വിജ്ഞാനവും പൂജ ചെയ്യുന്ന ആൾ ഈ പ്രതിമയോട് പറഞ്ഞ് വാങ്ങണമെന്നല്ലത്. പിന്നെയോ, ജീവനുള്ളവർ വായിച്ച് പഠിച്ച് സ്വന്തം മനസ്സിലുള്ള വൈക്ലഭ്യങ്ങളെ ഇല്ലായ്മ ചെയ്ത് അവിടെ ഈശ്വരാധീനമെന്ന ശാന്തതയെ നിറയ്ക്കാൻ സാധിക്കണം. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമ. അതാണ് ശാന്തി. ആത്മാവു തന്നെയാം സൃഷ്ടിപ്പതും സൃഷ്ടവുമാകയാൽ. ആത്മാവാണ് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുന്ന വസ്തുവിനോടുള്ള സ്നേഹം ആത്മാവാണ്. അവനവൻ്റെ കുട്ടിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ ആത്മാവില്ലെങ്കിൽ, ആത്മീയ ചൈതന്യമില്ലെങ്കിൽ എങ്ങനെ സൃഷ്ടി നടക്കുക? അവനവന് ആത്മീയ സംതൃപ്തി ഇല്ലെങ്കിൽ എങ്ങനെ സൃഷ്ടിയിൽ പരിപാലന താല്പര്യം ഉണ്ടാവുക? ഇതിനൊക്കെ ഉത്തരം പറയണം. അപ്പോൾ ഭാഗവതം സപ്താഹം കേൾക്കണം. പക്ഷേ സ്വാധ്യായം ചെയ്യേണ്ടതാരാ? പൂജാരിയോ ആചാര്യനോ അല്ല ചെയ്യേണ്ടത്, അവരവർ ചെയ്യണം. എന്തിന്? സ്വയം രക്ഷപ്പെടാൻ. അപ്പോൾ ആത്മാവ് തന്നെയാം സൃഷ്ടിപ്പതും സൃഷ്ടവുമാകയാൽ സ്വതന്ത്ര സത്ത മറ്റൊന്നിൽ കാൺമത് അജ്ഞത കാരണം. സ്വതന്ത്ര സത്ത, പണമുള്ളവൻ്റെ കൂടെ പോയാൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? പണമുണ്ടാവുമ്പോൾ അനുഷ്ഠാനങ്ങളില്ലാതെ ഉണ്ടാവും. അനുഷ്ഠാനങ്ങളില്ലാതെ ഉണ്ടായാൽ വാരിക്കോരി തിന്നണം തോന്നും. വാരിക്കോരി തിന്നാൽ ദഹനപ്രക്രിയ മുടങ്ങും. അപ്പോൾ അശാന്തിയായി, അസുഖങ്ങളായി. അപ്പോൾ കാശ് കൂടുന്തോറും നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യം കൂടും, കാശ് കൂടുണ്ടാവും. പോലീസിന് കാശ് കൊടുത്താൽ ഏതിൽ നിന്നും രക്ഷപ്പെടാം അല്ലേ? അങ്ങനെയൊക്കെ ചിലവർക്ക് തെറ്റായ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ
സ്വതന്ത്ര സത്ത മറ്റൊന്നിൽ കാൺമത് അജ്ഞത കാരണം. സ്വതന്ത്ര സത്ത അവനവിൽ കാണാൻ സാധിക്കണം. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ദുരുപയോഗപ്പെടുത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പറഞ്ഞു, ആത്മാവല്ലാതെ സൃജ്യാദി വേറെയില്ലാത്ത വസ്തുവിൽ. ആത്മാവല്ലാതെ ആത്മാവല്ലാതെ സൃജ്യാദി സൃഷ്ടി മുതലായിട്ടുള്ളതെന്നർത്ഥം. വേറെയില്ലാത്ത വസ്തുവിൽ ഭിന്നഭാവങ്ങൾ പലതും തോന്നുന്നത് വെറും ഭ്രമം. ഭിന്നഭാവങ്ങൾ പലതും തോന്നുന്നത് വെറും ഭ്രമം. എന്താണ് എനിക്കറിയണില്ല. ആത്മാവല്ലാതെ സൃജ്യാദി വേറെയില്ലാത്ത വസ്തുവിൽ ഭിന്നഭാവങ്ങൾ പലതും തോന്നുന്നത് വെറും ഭ്രമം. സത്വാദി ഗുണകാര്യങ്ങളെല്ലാം മായാകൃതങ്ങളാം. സാത്വികം, രാജസം, താമസം ഈ പ്രകൃതി ഗുണങ്ങളെല്ലാം മായാകൃതങ്ങളാം. ഞാൻ ഓതും ജ്ഞാനവിജ്ഞാനം ഇത് ഉറച്ചവൻ ആരിലും. ഭഗവാൻ ഉദ്ധവരോട് പറയണു, ഉദ്ധവ, ഞാൻ ഈ പറയുന്ന ജ്ഞാനവിജ്ഞാനം ഇത് ഉറച്ചവൻ ആണെങ്കിലും സ്തുതി നിന്ദികളില്ലാതെ സൂര്യനെ പോലതു തുല്യനാം. അതായത് ഇവിടെ സാത്വിക രാജസ താമസങ്ങൾ അവിടെ ബാക്കി വയ്ക്കൂ. ഞാൻ പറയുന്ന ജ്ഞാനവിജ്ഞാനത്തിൽ ഉറയ്ക്കൂ. എന്നാലോ സ്തുതി നിന്ദകളില്ലാതെ, സ്തുതിയുമില്ല നിന്ദിയുമില്ല. സൂര്യനെ നിങ്ങൾ വണങ്ങിയാലും സൂര്യനെ നിങ്ങൾ സ്തുതിച്ചാലും സൂര്യനെ നിങ്ങൾ നിന്ദിച്ചാലും സൂര്യനെ നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിലും സൂര്യനൊന്നുമില്ല. അതിൻ്റെ ഗുണദോഷങ്ങൾ നമ്മൾക്കാണ്. ആര് സ്തുതിക്കണു അവന് ഗുണം, ആര് സ്തുതിക്കണില്ല അവന് ദോഷം. അങ്ങനെ പറയണം. കാരണം സൂര്യൻ നിലനിൽക്കുന്നത് സമാജത്തിൽ ലോകർക്ക് വേണ്ടിയിട്ടാണ്. ആരവരെ സൂര്യനെ ബഹുമാനിക്കണില്ല, ദാറ്റ് ഈസ് അത് സൂര്യനെ ബാധിക്കണില്ല. അപ്പോൾ സ്തുതി നിന്ദകളില്ലാതെ സൂര്യനെ പോലെ തുല്യനാം. ആദ്യന്തമുള്ള വസ്തുക്കളെല്ലാം ദ്വൈതമാനാത്മകം. ആദ്യന്തം, ആദ്യം ഒരു എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ നശിക്കും, ഉണ്ടായതൊക്കെ നശിക്കും. എവർ എക്സിസ്റ്റിംഗ് എന്ന് പറയാൻ എന്തുണ്ട്? സൂര്യനുണ്ട്. സൂര്യന് നാശമില്ല. നാശമുണ്ട് എപ്പോൾ? ഇത്ര യുഗങ്ങൾ കഴിയുമ്പോൾ അല്ലേ, ഒരു പ്രളയം വരുമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മളറിയണില്ലല്ലോ. നമ്മൾക്ക് മാക്സിമം ഒരു 80 വർഷം ആയുസ്സിൽ ഒരു 75 വർഷത്തെ കാര്യം അറിയായിരിക്കും. അല്ലെങ്കിൽ അത് എത്രയാണ് ഭഗവാൻ തരും, അത്രയേ ഉള്ളൂ. എത്ര വർഷം ജീവിച്ചു ഗ്യാരണ്ടി ഒന്നുമില്ല. അയാളുടെ പാപപുണ്യങ്ങൾക്കനുസരിച്ച് ചിലർ 20-25 കൊല്ലമൊക്കെ കോമയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഏത് പൂജാരി എന്ത് തിലഹോമം ചെയ്താലും അല്ലെങ്കിൽ എന്ത് എന്താ പറയുക മൃത്യുഞ്ജയ ഹോമം ചെയ്താലും രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ട്. അത്രയും പാപം ചെയ്തിട്ടുണ്ട് അവർ, അത്രയേ ഉള്ളൂ. ആരോ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യന്തമുള്ള വസ്തുക്കളെല്ലാം ദ്വൈതം അനാത്മകം. ദ്വൈതം അനാത്മകം എന്ന് വായിക്കണത്. ദ്വൈതം അനാത്മകം, ആത്മാവല്ല. ദുഃഖം മൂലം പ്രാകൃതികം, വെറും താൽക്കാലികം ജഡം. ദുഃഖം മൂലം പ്രാകൃതികം, പ്രകൃതി കാശ് കൊടുത്ത് ഒരു ആപ്പിൾ വാങ്ങി, നോക്കിയിട്ടാണ് വാങ്ങിയത്. കണ്ടിച്ച് നോക്കുമ്പോൾ, മുറിച്ച് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ ഒരു കറുപ്പ് നിറം. എന്തു ചെയ്യാൻ പറ്റും? ഇനി ചില മാങ്ങയുണ്ട്, തൊലിപ്പുറമേ കറുത്ത കുത്ത് കാണും. തൊലി കളഞ്ഞാലോ അല്ല മഞ്ഞ നിറത്തിൽ മാംസതളമായിട്ടുള്ള പിന്നെ മധുരമുള്ള ഭാഗങ്ങളാണ്. അപ്പം ഇതൊക്കെ അവനവൻ്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. അതാ പറഞ്ഞത്, സുഖം ദുഃഖം മൂലം പ്രാകൃതികം, വെറും താൽക്കാലികം ജഡം. പ്രത്യക്ഷമാണിതേവർക്കും യുക്തി കൊണ്ടും അറിഞ്ഞിടാം. യുക്തി കൊണ്ടും അറിഞ്ഞിടാം. പ്രമാണം കൊണ്ടനുഭവം കൊണ്ടും പ്രമാണം കൊണ്ട്
അനുഭവം കൊണ്ടും നശ്വരമാകയാൽ. പ്രമാണം കൊണ്ട് മാങ്ങ പഴുത്തത് 2 ദിവസം 3 ദിവസം കഴിച്ചിട്ടില്ല വിചാരിക്കുക, അത് ചീഞ്ഞു പോവും. നേന്ത്രപ്പഴം വാങ്ങുമ്പോൾ നല്ല മഞ്ഞ നിറാണ്, 4 ദിവസം ഉപയോഗിക്കാണ്ട് എടുത്തു വെച്ചാൽ കറുപ്പ് നിറായി. കറുപ്പ് ഇതാണ് നല്ല അഴക് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് അല്ലേ? പഴത്തിൻ്റെ പഴം മോശമാവും, കൂടുതൽ പഴുത്താലും മോശമാണ്, പുളിരസം വരും. അപ്പോൾ പറഞ്ഞു, പ്രമാണം കൊണ്ട് അനുഭവം കൊണ്ടും നശ്വരമാകയാൽ അസംഗഭാവം ഉൾക്കൊണ്ട് സഞ്ചരിക്കുക മന്നിതിൽ. സംഘമില്ലാണ്ട് സഞ്ചരിച്ചോളൂ, ഇതൊന്നും ബാധകമല്ല. അസംഗഭാവം ഉൾക്കൊണ്ട് ഒന്നിനോടും താല്പര്യമില്ലാണ്ട് ജീവിക്കാം. സഞ്ചരിക്കുക മന്നിതിൽ. ശരീരം ജഡം, ആത്മാവു ചേതനം. ശരീരം ജഡം, ആത്മാവു ചേതനം. പിന്നെ ഏതിനാം സുഖദുഃഖാദി സംസാരം വരാൻ പാടില്ല രണ്ടിനും. ശരീരം ജഡം, ആത്മാവു ചേതനം. പിന്നെ ഏതിനാം സുഖദുഃഖാദി സംസാരം. എന്നിട്ടോ സുഖദുഃഖാദി സംസാരം വരാൻ പാടില്ല രണ്ടിനും. പിന്നെ പറയണു, സ്വയം പ്രകാശനാം ആത്മാവ്. സ്വയം പ്രകാശനാം ആത്മാവ്. ആരും തിരിഞ്ഞു കിട്ടണില്ല, ആരും എണ്ണൊഴിക്കണില്ല. അത് എവിടെ നോക്കിയാലും ചൂടാ ശരീരത്തിൽ. ശുദ്ധൻ, ആത്മാവ് ശുദ്ധനാ, ആത്മാവിനെ കളങ്കപ്പെടുത്താൻ പറ്റില്ല. നിർഗുണൻ, നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തതല്ല, ഗുണങ്ങൾക്ക് മേലെ. അവ്യയൻ, വ്യയമില്ലാത്തത്. എത്ര പറഞ്ഞാലും അയാൾക്ക് ക്ഷീണമില്ല, അങ്ങനെയാണ്. അവ്യയൻ, അഗ്നി പോലാം, തീനെ പോലെയാണെന്നർത്ഥം. തീ കെട്ടു കൊണ്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഒന്നുകൂടി കർഷിക്കണം, ഉരസണം. അപ്പോൾ അഗ്നി പോലാം ജഡം ദേഹം മരം പോലെയുമല്ലയോ. ജഡം ശരീരം, ജഡമാകുന്ന ശരീരം ഏതുപോലെ? മരം പോലെ, അല്ലേ? മരത്തിനെ ആലിംഗനം ചെയ്താൽ നമുക്ക് പൊള്ളുമോ? ഇല്ല. പക്ഷേ കാട്ടുതീ ഉണ്ടായാലോ നിന്ന് കത്തും. തീയായിട്ട് സംയോഗം വന്നാൽ കത്തും. അപ്പോൾ മരത്തിന് തീയായിട്ട് സംഘം ഇല്ലെങ്കിലോ കാലാകാലം നിൽക്കും. അത്ര മനസ്സിലാക്കിയാൽ മതി. എന്താണ് സബ്ജക്റ്റ്? പിന്നെ പറയണു, ഈ മട്ടഴും സംശയം ഉൾക്കുരുന്നിലുദിക്ക മൂലം. ഈ മട്ട എഴും സംശയം ഉൾക്കുരുന്നിൽ ഉദിക്ക മൂലം. മഹിതാനുഭവൻ ചോദിക്കവേ തൻ പ്രിയ ശിഷ്യനോട് ചൊല്ലിയിടിനാൻ ഈ വിധം അംബുജാക്ഷൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇതിനെപ്പറ്റി ഇതുവരെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഉദ്ധവർ അംബുജാക്ഷനായിരിക്കുന്ന ശ്രീകൃഷ്ണ പെരുമാളോട് ചോദിച്ചപ്പോൾ അതിന് വേണ്ട ഉത്തരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഈ മറ്റൊഴും സംശയം ഉൾക്കുരുന്നിൽ ഉദിക്ക മൂലം. ഉദ്ധവർക്ക് ഇങ്ങനെ സംശയങ്ങളുണ്ടായി ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ചോദിച്ചു. ഉദിക്ക മൂലം മഹിതാനുഭവൻ ചോദിക്കവേ തൻ പ്രിയ ശിഷ്യനോട് ചൊല്ലിയിടിനാൻ ഈ വിധം അംബുജാക്ഷൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ പഞ്ചഷഷ്ടിതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മണിയടിച്ചു അമ്പലത്തിൽ. നട തുറക്കലും ഇവിടെ അവസാനിപ്പിക്കലും. അംബുജാക്ഷൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചോട് കൂടിയിട്ട് ഗോവിന്ദനാമ സങ്കീർത്തനം വെട്ടി. നിങ്ങൾക്ക് ബാക്ക് വേർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്തോളൂ, മണിയടിക്കണ ശബ്ദം കേൾക്കും. ഇതാണ് അനുഭവജ്ഞാനം, അറിവ്. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്
നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.